ദേവ് ട്രാവൽ വേൾഡിൻ്റെ 185-ാമത്തെ വീഡിയോ. സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മൗണ്ടൻ വ്യൂയുടെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് കാലിഫോർണിയൻ ഉൾക്കടലാണ്. ഈ കാലിഫോർണിയൻ ഉൾക്കടൽ അങ്ങ് വിശാലമായി കിടക്കുകയാണ്. നമുക്ക് മാപ്പിൽ അത് കാണാവുന്നതാണ്. അതിൻ്റെ കടലിലേക്ക് തുറക്കുന്ന ഭാഗം ഏതാണ്ട് സാൻ ഫ്രാൻസിസ്കോ നഗരത്തിന് ചേർന്നാണ് നിൽക്കുന്നത്. സിലിക്കൺ വാലിയിലെ ഭൂപ്രകൃതി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു നാടാണ് കാലിഫോർണിയ. എല്ലാ നിലയ്ക്കും കാലിഫോർണിയൻ പ്രകൃതി നമ്മെ വല്ലാതെ അതിശയിപ്പിക്കും. 180 ഡിഗ്രിക്ക് അപ്പുറത്ത് നിൽക്കുന്ന വിശാലമായ ആകാശമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ആകാശത്തിന് കീഴെ പ്രകൃതിയുടെ എല്ലാ സവിശേഷതകളും ഈ മൗണ്ടൻ വ്യൂയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഏറെ ഉയരത്തിലൊന്നുമല്ല ഈ പർവ്വതനിരയെങ്കിലും കാഴ്ച വളരെ നല്ല നിലയിൽ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. ധാരാളം സൈക്കിളുകളും ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം. ശുചിത്വത്തിന് ഇവിടുത്തെ ജനത നൽകുന്ന പ്രാധാന്യം നമുക്ക് ഇവിടുത്തെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കൃത്യമായി മനസ്സിലാകും. എവിടെയും ഒരു ചെറിയ കടലാസ് തുണ്ട് പോലും ഇല്ല. ഒരു മിഠായി കടലാസ് പോലും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്കും നീറ്റാണ്. ആളുകൾ ഒന്നും തന്നെ വലിച്ചെറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മൊത്തത്തിലുള്ള ഒരു സവിശേഷത. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജനതയ്ക്ക് ഏറെ ഇക്കാര്യത്തിൽ മുന്നേറാനുണ്ട്. നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ കൂപ്പർട്ടിനോയുടെ ചുറ്റിലും വിശാലമായ മലനിരകളാണ്. ഈ മലനിരകൾക്കകത്താണ് ഈ പ്രദേശം മൊത്തത്തിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. സ്ഥലത്തിന് മൗണ്ടൻ വ്യൂ എന്നാണ് പറയുന്നത്. ചുറ്റിലും മലനിരകളാണ്. ചുറ്റിലും മലകൾ ഒരു കോട്ട പോലെ വളരെ വിശാലമായ ദൂരത്തിൽ പരന്നു കിടക്കുകയും ഈ ഉച്ചവെയിലിലും നല്ല തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ആളുകൾക്ക് ഈ നല്ല വെയിലത്ത് നടന്നു പോകാനും ഓടാനും, അതായത് ദൂരെ നിന്ന് മറ്റൊരാൾ ഓടി വരുന്നു, ഓടാനും ഒക്കെ കഴിയുന്നത്. വേണമെങ്കിൽ ഗൂഗിളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സൈക്കിൾ എടുത്തും ഇവിടെ കറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഗൂഗിളിൻ്റെ ആംഫി തിയേറ്ററാണ് ദൂരെ നമ്മൾ കാണുന്ന ആ രണ്ട് മകുടങ്ങൾ. ഈ മൗണ്ടൻ്റെ വാലി ആണ് സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത്. ഈ മൗണ്ടൻ വ്യൂവിൽ മൗണ്ടൻ്റെ വാലി ആയിട്ട് ഉള്ള ഈ വലിയ ഭൂപ്രദേശം ആണ് അമേരിക്കയിൽ സിലിക്കൺ വാലി എന്ന് അറിയപ്പെടുന്നത്. സുന്ദരമായ കാഴ്ചകളാണ് ഈ ഉച്ചവെയിലിലും ഞങ്ങളെ ഇവിടെ തങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. മൗണ്ടൻ വ്യൂവിലെ ഷോർലൈൻ ലേക്കിൻ്റെ സമീപത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല സുന്ദരമായ തെളിഞ്ഞ വെള്ളമാണ് ഇവിടെയുള്ളത്. അടിത്തട്ട് വ്യക്തമായി കാണുന്നുണ്ട്. തുടക്കം വലിയ ആഴമില്ലാത്ത രീതിയിലാണ്
മാൻമെയ്ഡ് ലേക്കിനോട് സാമ്യമുണ്ട്. എന്തായാലും ശുദ്ധജലമാണ് ഇവിടെ ഉള്ളത്. വിശാലമായ ഈ ലേക്കിൻ്റെ പരിസരത്തു കൂടി ചുറ്റിലും നടക്കുന്നതിനുള്ള നടപ്പാതകളുണ്ട്. ഗൂഗിളിൻ്റെയും ഇൻറ്റ്യൂട്ടിൻ്റെയും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന, അവരുടെ മെയിൻ ക്യാമ്പസിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മൗണ്ടൻ വ്യൂ പ്രദേശത്ത് സുന്ദരമായ നടപ്പാതകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പല മീറ്റിങ്ങുകളും വാക്കിംഗ് മീറ്റിംഗ് എന്ന രീതിയിൽ ഇവിടെ നടക്കാറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചായ് പോലും ഇത്തരം വാക്കിംഗ് മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട് എന്നറിയുമ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. ഇപ്പോൾ മൗണ്ടൻ വ്യൂവിലെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആളുകൾക്കൊക്കെ കോമൺ ആയിട്ട് നടക്കാനുള്ള സൗകര്യം മൗണ്ടൻ വ്യൂവിൽ വിശാലമായ ഈ സ്ഥലത്തുകൂടി ഗൂഗിൾ കമ്പനിയുടെ മൗണ്ടൻ വ്യൂവിലുള്ള കോമ്പൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ വിശാലമായ ഈ ഭൂപ്രദേശത്ത് ഗൂഗിളിൻ്റെ മെയിൻ ഓഫീസ് ഉൾപ്പെടെയുള്ള 3 പ്രധാന കെട്ടിടങ്ങളുണ്ട്. വിശാലമായ പുൽത്തകിടിയുള്ള ഈ പ്രദേശത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട പക്ഷികളാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ താറാവിനോട് അല്പമൊക്കെ സാമ്യമുള്ള ഈ പക്ഷികളെ കാനഡ ഗൂസ് എന്നാണ് വിളിക്കുന്നത്. ബ്രാൻഡ കനഡൻസിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ പക്ഷികൾ ദ്വീപുകളിലും തുറസായ ശുദ്ധജല സമൃദ്ധിയുള്ള പ്രദേശങ്ങളിലെ പുൽമേടുകളിലുമാണ് സാധാരണയായി ചേക്കേറാറുള്ളത്. പ്രത്യേക രീതിയിൽ രൂപകൽപ്പന നടത്തിയ ഗൂഗിളിൻ്റെ ഒരു പ്രധാന കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രകൃതി രമണീയവും ഏറെ ഹരിതാഭവുമായ സ്ഥലത്താണ് ഗൂഗിളിൻ്റെ ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂപ്രദേശം നല്ല നിലയിൽ പരിപാലിക്കുന്നതിൽ കമ്പനി അധികൃതർ വേണ്ട ശ്രദ്ധ പുലർത്തുന്നുണ്ട്. വളരെ ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ഈ പക്ഷികൾ കാലിഫോർണിയയിലേക്ക് പലായനം ചെയ്തു വരുന്നതാണ്. അമേരിക്കൻ ഐക്യനാടിൻ്റെ വടക്ക് കിഴക്കായുള്ള ന്യൂയോർക്കിലേക്കും ന്യൂജേഴ്സിയിലേക്കും ഇവ കുടിയേറാറുണ്ട്. നേരത്തെ കണ്ട പക്ഷികളിൽ കുറേ എണ്ണം ഈ പുൽമൈതാനിയിൽ നിന്നും ഇര തേടുന്നതും കാണാം. കൂട്ടത്തിൽ ചില അണ്ണാന്മാരും ഇര തേടുന്നത് കാണാനിടയായി. ഗോതമ്പും ഓട്സും ബാർലിയുമെല്ലാം ഇഷ്ട ആഹാരമായിട്ടുള്ള ഈ പക്ഷികൾ ഒരിടത്തും ദീർഘകാലം താമസിക്കാറില്ല. താറാവിൻ്റെ വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇവ കൂടുതൽ സമയവും കരയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഗൂഗിൾ കമ്പനിയുടെ മെയിൻ കെട്ടിടമാണ് നമുക്ക് മുന്നിലായി ഇപ്പോൾ കാണുന്നത്. ഗൂഗിൾ കമ്പനിയുടെ ഓഫീസും മറ്റു കെട്ടിടങ്ങളും ഈ ഭൂപ്രകൃതിയും എല്ലാം ചേർന്ന് സുന്ദരമായൊരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏറെ മനോഹരവും വ്യത്യസ്ത രീതിയിൽ രൂപകൽപ്പന നടത്തിയതുമായ മറ്റൊരു ഗൂഗിൾ കെട്ടിടം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം. നാം നേരത്തെ കണ്ട കാനഡ ഗൂസ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മുടെ നാട്ടിലെ താറാവിൻ്റെ ശബ്ദത്തോട് ഏറെ സാമ്യമുണ്ട്. ഈ പക്ഷികളിൽ ഒരു വിഭാഗത്തെ കാക്ലിംഗ് ഗൂസ് എന്നും വിളിക്കാറുണ്ട്. കാൽവിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട രീതിയിലുള്ള ഈ പക്ഷികൾ നടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവ ഒരു വരിയായി നടക്കുന്നത് നോക്കൂ, എന്ത് രസമാണ് കാണാൻ. നമ്മുടെ താറാവുകൾ സാധാരണ കൂട്ടത്തോടെയാണ് നടക്കാറുള്ളത്. വളർത്തുപക്ഷികളല്ലെങ്കിലും ഇവയൊന്നും തന്നെ ആരെയും ഭയന്നോടുന്നത് കാണുന്നില്ല. പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും സ്വതന്ത്രമായി സ്വൈരവിഹാരം നടത്താനുള്ള സ്വാതന്ത്ര്യം അമേരിക്കയിലെവിടെയും നമുക്ക് കാണാം. കുട്ടികൾ പോലും ഒരു ജീവിയെയും ഉപദ്രവിക്കാറില്ല.
ഇത്തരമൊരു മനോഭാവം വളരെ പ്രധാനമാണ്. ഭൂമി എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണെന്ന ബോധം. സ്വാതന്ത്ര്യം അത് നമ്മെപ്പോലെ എല്ലാ ജീവിവർഗങ്ങൾക്കും വിലപ്പെട്ടതാണെന്ന ഉയർന്ന ബോധം. കാലിഫോർണിയൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഗൂഗിൾ ഓഫീസിൻ്റെയും ഗൂഗിളിൻ്റെ പ്രവർത്തനങ്ങളുടെയും വിശദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.